ഹായ് ഫ്രണ്ട്സ്, ജാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ ഞാൻ നമ്മുടെ തോട്ടത്തിലുള്ള കുറച്ച് കൃഷി കാഴ്ചകളും അതുപോലെ അവിടുത്തെ വിളവെടുപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, നമ്മുടെ പഴത്തിൻ്റെ ഒക്കെ വാഴക്കൂമ്പ് എടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കണം കേട്ടോ. ഇത് എടുത്താലേ നമ്മളെ പഴം നല്ല വണ്ണം വെക്കുള്ളൂ. അപ്പോൾ പിന്നെ ഈ വാഴക്കൂമ്പോട് നമുക്ക് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കുകയും ചെയ്യാം. ഇവിടെ ഞങ്ങൾ 2-3 മൂട് പയർ വെച്ചിട്ടുണ്ട്. പയർ എന്ന് വെച്ചാൽ വള്ളിപ്പയറാണ്, പക്ഷേ പയറിന് അത്ര വലുപ്പമൊന്നുമില്ല. ചെറിയ ഐറ്റം നമ്മുടെ കുറ്റിപ്പയറിൻ്റെ പോലെയുള്ള പയറാണ്. നല്ല ടേസ്റ്റാണ് സംഭവം. നിറയെ ഉറുമ്പൊക്കെ ഉണ്ട് അവിടെ. ഈ ചൂടുള്ള സമയത്ത് നമുക്ക് കുറേശ്ശെ ഇതുപോലെ പച്ചക്കറികൾ കിട്ടുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇതാ ഈ ഭാഗത്താണ് ഒരു മാവുണ്ട്. ഇത് കോമാങ്ങ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. പുറത്തൊക്കെ എങ്ങനെയെന്ന് നമുക്കറിയില്ല. ഇതൊരൈറ്റം മാങ്ങയാണ്. അപ്പോൾ കുറേശ്ശെ പഴുത്ത് വന്നിട്ടുണ്ട്. ഒരു 5-6 ഇടയ്ക്ക് നമുക്ക് കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞാൽ, മൊത്തത്തിൽ പഴുത്ത് കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും കേട്ടോ. പച്ചക്കറിയൊക്കെ എടുക്കാനും അതുപോലെ മാങ്ങ പെറുക്കാനൊക്കെ നമ്മളൊപ്പം വരും. പക്ഷെ ഒക്കെ നമ്മൾ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. നിങ്ങൾ തന്നെ പെറുക്കിക്കോളിന്ന് അറിയും നമ്മളോട്. നമ്മളെ എന്താ പറയുക, കയ്പങ്ങയാണ്. കയ്പങ്ങ ഇത് ഇത്തിരി എടുക്കട്ടാ. ഇതാ ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് മൂത്തിട്ടുണ്ട്, വലിപ്പമില്ല. ഇതൊക്കെ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. ഒക്കെ കോഴികളെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് ഇവിടെ ഒരു വല കെട്ടണം അല്ലേന്ന് ഈ ഭാഗത്തൊക്കെ ആക്കിയിട്ട്. സോറി, എനിക്കറിയാത്തോണ്ട. പാവയ്ക്ക കണ്ട, എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടിയില്ല. അപ്പം അവരെന്നെ ഇട്ട് കളിയാക്കാണ്. എനിക്കറിയാം ഇപ്പൊ പറയുന്നത്. അയൽവാസി തന്നതാട്ടോ മുരിങ്ങാക്കായ. നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. അവിടെ എന്തെങ്കിലും ഉണ്ടായാൽ നമുക്കും തരും. ഇവിടെ മാങ്ങ വീടുക്കാൻ നോക്കുമോളൂ. വാ. ഈ ഒരു മാങ്ങയുടെ പേരാണ് ചന്ദ്രക്കാരൻ. നമ്മൾ മുട്ടിക്കുടിയ എന്നാ പറയുക. ചന്ദ്രക്കാരൻ എന്നാണ് അത്ര ഇത് പൊതുവേ പേര്. ഇതൊക്കെ നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകൾ നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് കിട്ടിയ തക്കാളി തൈകളൊക്കെയാണിത്. തക്കാളി, അതുപോലെ വഴുതനങ്ങ. അത് കണ്ടോ, മൂക്കിൻ്റെ രൂപത്തിൽ ഒരു ടൈപ്പ് തക്കാളി. 2 വെറൈറ്റി വഴുതനങ്ങ കേട്ടോ ഇവിടെ ഉള്ളത്. ഒന്നൊരു ഉരുണ്ട ഷേപ്പിലും ഒന്നൊരു ലോങ് ആയിട്ടുള്ള ഷേപ്പിലും. ഒരുപാട് വഴുതനങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിലതൊക്കെ മൂത്ത് പോയിട്ടുണ്ട്. നമ്മളെല്ലാം കൂടി കട്ട് ചെയ്യാന്ന് കരുതിയിട്ട് കുറച്ച് വെക്കേ 1-2 എടുക്കണ്ട. അത് കണ്ടോ, ഇതൊരു മഞ്ഞ കളറായിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ട് നല്ല ഫ്രൈ ചെയ്താൽ നമ്മൾ മീനൊക്കെ പൊരിക്കൂല, അതുപോലെ ഫ്രൈ ചെയ്താൽ സൂപ്പർ ടേസ്റ്റ് ആട്ടാ. ഇവിടെ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. വഴറ്റുന്നതിനെക്കാട്ടും ഇഷ്ടം അതുപോലെ ഫ്രൈ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പപ്പായ പൊട്ടിക്കാനുണ്ട്. പപ്പായ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1, 2, 3, 4 തൈകളാണ് വെച്ചിരുന്നത്. 4 നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെയുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവരൊക്കെ പോയിട്ട് നമ്മൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഇത് കണ്ടോ, ചെറുതായിട്ട് കൊത്തിണ്ട്. എല്ലതും ഞങ്ങൾ പേപ്പർ കൊണ്ട് കവർ ചെയ്യാറാണ് പതിവ്. ഇതുപോലെ ലാഡർ വെച്ചിട്ട് പേപ്പർ കൊണ്ട് കവർ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതിൽ കൂടെ പോകുന്നവരൊക്കെ ചോദിക്കും, എന്താ നിങ്ങൾ ഈ മഞ്ഞ കളറായിട്ട് നിങ്ങൾക്ക് വേണ്ടത് കഴിക്കാൻ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ മരത്തുമ്പോൾ നിന്നിട്ട് പഴുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നല്ല, നമ്മൾ പൊട്ടിച്ചിട്ട് പേപ്പർ കൊണ്ട് കവർ ചെയ്താലൊക്കെ പഴുക്കും. പക്ഷെ അതിനേക്കാട്ട് വേഗത്തിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ അതിൽമ വെച്ചിട്ട് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് എടുക്കുമ്പോൾ നല്ലൊരു മധുരമുള്ള പോലെ തോന്നാറുണ്ട്. ഒരുപാട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ. ഇത് ഞങ്ങളൊരു പരിപാടി കേട്ടോ. ഇതേപോലെയൊക്കെ പൊട്ടിച്ചു കൊടുന്ന് ഞങ്ങളിങ്ങനെയൊക്കെ വേർതിരിച്ച് വെക്കും. എന്തൊക്കെ കിട്ടി. അപ്പം ഞാൻ കുറച്ച് പഴുത്ത മുളക് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഉണക്കാൻ വേണ്ടി വെച്ചതാണ്.
കുറേയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് തൈകൾ ഉണ്ടായപ്പോൾ കുറേ പഴുത്തിരുന്നു. നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പൊടിപ്പിക്കാൻ നമ്മൾ മുളക് പൊടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. എനിക്കും ആദ്യമൊന്നും നമ്മൾ പിന്നെ ഇതേപോലെ കൃഷിയൊന്നും ചെയ്താലൊന്നും ശരിയാവാറില്ല. കുറേ കാലങ്ങളായി ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കുറേശ്ശെ ഇപ്പോഴും തക്കാളി എനിക്ക് ശരിയായിട്ടേ ഇല്ല. കണ്ടില്ല തക്കാളി തൈകളൊക്കെ. പിന്നെ അങ്ങനെ തന്നെയാണ്, നമ്മൾ കുറേയൊക്കെ വീഴും, അവിടുന്ന് എണീക്കണം. അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത്. എന്നാലും നമ്മൾ തളരാൻ പാടില്ല. നമുക്ക് ശരിയാവും എന്ന് തോന്നി വീണ്ടും വീണ്ടും ചെയ്യുക. കുറേ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് ശരിയായി കിട്ടുള്ളൂ. കുറച്ചായാലും നമുക്ക് കിട്ടുന്ന ഒരു 2 or 3 മുളക്, അതുപോലെ കുറേശ്ശെ ചിരങ്ങ, പിന്നെ അതുപോലെ പപ്പായ, തക്കാളി, വെണ്ടയ്ക്ക ഞാൻ കൃഷി ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക വിത്ത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് തന്നിട്ടുണ്ട്, അത് ചെയ്യാനുണ്ട്. മഴ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ വിത്തൊക്കെ പാകി മുളപ്പിച്ചെടുക്കണം. നന്നായിട്ടുണ്ടാവും മഴയുള്ള സമയത്ത് വെണ്ട. ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് നമ്മളിങ്ങനെ വേർതിരിച്ചെടുക്കുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, നല്ല എന്താ പറയുക, അത് നമ്മൾ ചെയ്തവർക്ക് അത് മനസ്സിലാവും. പിന്നെ അത് മാത്രമല്ല, അത് കണ്ടോ നമ്മളെ ബട്ടർനട്ടാണ്, പിന്നെ നമ്മുടെ മത്തനാണിത്. ഇത് നമ്മുടെ ഓസ്ട്രേലിയയിലും UK ഉണ്ടാകുന്ന ഒരു തരം മത്തനാണ്. പിന്നെ അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ചിരങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. പിന്നെ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ പച്ചക്കറിയും ഫ്രൂട്ട്സും നമ്മൾ വാങ്ങിയിട്ടേ ഇല്ല. നമുക്ക് നന്നായിട്ട് പൂതിയുള്ള സമയത്ത് നമ്മൾ ബത്തക്ക വാങ്ങും. അല്ലാത്ത ഇതുപോലുള്ള പപ്പായയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട്. മാങ്ങയുണ്ട്, പിന്നെ ജ്യൂസ് അടിക്കാനും നമ്മളെ വീട്ടിൽ തന്നെ മാങ്ങ ഉണ്ടാവാറുണ്ട്. ഒക്കെ അന്ന് കുറേശ്ശെ കിട്ടിയിരുന്നുള്ളൂ കേട്ടോ. ബത്തക്ക ഞാൻ കൃഷി ചെയ്തിരുന്നു കേട്ടോ. നമ്മൾ നോമ്പിന് ഒരു 2 മാസം മുന്നായിട്ടാണ് നമ്മൾ വിത്ത് ഞാൻ പാകി മുളപ്പിച്ചിട്ട് പിന്നെ തൈകൾ മാറ്റി നട്ടിട്ടായിരുന്നു വെച്ചിരുന്നത് കേട്ടോ. പക്ഷേ തൈകളൊക്കെ ആയി വള്ളി വീശി തുടങ്ങുന്ന സമയത്ത് പെരിച്ചാഴിയുടെ ശല്യം ഭയങ്കരമാണ് ഇവിടെ കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് അടി മൊത്തം മാന്തിയെടുക്കും. അങ്ങനെ നമ്മളെ തൈകളൊക്കെ പറഞ്ഞു പോന്ന്. അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞ് ബത്തക്കയെങ്കിലും ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. എന്തെങ്കിലുമൊക്കെ പിന്നെ വലയൊക്കെ കെട്ടിയിട്ടെങ്കിലും നമ്മൾ ചെയ്യണം. നമ്മൾ കുക്കുംബറും ചിരങ്ങൊക്കെ കൃഷി ചെയ്യുന്ന പോലെ തന്നെയാണ് ബത്തക്കൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് അതും ചെയ്തൂടെ. ഈ ബൾഫിൽ നമുക്ക് തിന്നിട്ടാന്ന് ഇങ്ങനത്തെ കറുമുറു ഇഷ്ടം. പത്തറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പച്ചക്കറി വിക്കണാതിരിയാണ്. മോള് മാറടി കുപ്പായ ദിവസത്തിനുള്ള പച്ചക്കറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി കുറച്ച് മിറാക്കിളുണ്ട് പഴുത്ത് നിൽക്കണ്. നോമ്പായ സമയത്ത് ഫുള്ള് പിന്നെ കിളികളെ കൊണ്ടുപോയി. അത് നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാനും പറ്റില്ല. എന്നാലും ഞങ്ങൾ കുറേശ്ശെ കൊണ്ടുവന്ന് വെക്കും. ഇതുപോലെ വലട്ടെക്കും. കുട്ടികൾ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കും, ആരെങ്കിലും വരുമ്പോൾ അവർക്കും കൊടുക്കും. അപ്പോൾ അവൾ മിറാക്കിൾ പൊട്ടിക്കാൻ പോയതാണ്. ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ വലയിട്ടെന്നാലും വലൻ്റെ ഉള്ളിൽ കൂടെ കിളികൾ വന്ന് കൊത്തിക്കൊണ്ടുപോകും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൃഷി കാഴ്ചകൾ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷിയോട് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരു കുഞ്ഞ് കമൻറ്റെങ്കിലും ഇടാൻ മറക്കരുത്. അപ്പോൾ ഈ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷമാണ്. നമുക്ക് ഇനി വീഡിയോ ചെയ്യാമല്ലോ എന്നൊക്കെയുള്ളൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഒരു മുളക് തൈയോ ഒരു തക്കാളി തൈയോ 1 അല്ല 2 എണ്ണമൊക്കെ നടുക. എന്നാലേ നമ്മളെ വീട്ടാവശ്യത്തിന് നമുക്ക് കിട്ടുള്ളൂ. ഒക്കെ നട്ട് വളർത്തി നോക്കുക. പിന്നെ അതുപോലെ വെണ്ടൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക.